ഹലോ, എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ ആൻഡ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. വിഷു ആണല്ലേ, അപ്പം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഉണ്ണിയപ്പമാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ഉണ്ണിക്കണ്ണിന് വേണ്ടി. അപ്പം അതിനുള്ള ശർക്കരപ്പാനി റെഡിയാക്കുവാണ് ഞാൻ. ശർക്കര കുറച്ച് വെള്ളവും ചേർത്ത് പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചും ചേർക്കുന്നുണ്ട്. ഉണ്ണിയപ്പം ഇല്ലാതെ എന്ത് വിഷയമല്ലേ. അപ്പം ഞാനിവിടെ പാളയം കൂടെ നല്ലോണം പഴുത്തതെടുത്തിട്ടുണ്ട്. പച്ചരി ഒരു 2-3 മണിക്കൂർ കൂടുതൽ കുതിർത്തതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇത് നമുക്ക് 2 ഭാഗങ്ങളായിട്ട് ഇട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം. എനിക്ക് നല്ലോണം പഴുത്ത പാളയം കൂടെയാണ് കിട്ടിയത് പഴം. അപ്പം 2 പ്രാവശ്യമായിട്ട് നമുക്ക് നല്ലോണം വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ. നല്ലൊരു കുറിയൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 4-5 മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ണിയപ്പം നല്ലോണം പൊങ്ങി ഒക്കെ വരത്തുള്ളൂ സോഫ്റ്റായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരുടെയും വിഷു ഒക്കെ അടിച്ചു പൊളിക്കുവാണെന്ന് വിചാരിക്കുന്നു. വിഷു സ്പെഷ്യൽ വീഡിയോസൊക്കെ നമുക്ക് ചാനലിൽ ഇടുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കമൻസൊക്കെ അറിയിക്കുകയും വിഷസ് അറിയിക്കുകയും ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാക്കി കുറച്ച് നമ്മുടെ നാളികേരം ചെറുതായിട്ട് ചോപ്പ് ചെയ്തരിഞ്ഞത് നമുക്കൊന്ന് നെയ്യിൽ നല്ലോണം വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ ഒരു മണമുണ്ട്, ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. വിഷു എല്ലാവരും അടിച്ചു പൊളിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള തേങ്ങ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചു. അത് തണുത്തതിന് ശേഷം നമ്മുടെ മാവിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പം നമുക്ക് നല്ലോണം ആ നെയ്യിൽ നിന്ന് മാറ്റിയ തേങ്ങ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൂടെ നമുക്ക് കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കണി വെക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് വലിയൊരു ആഗ്രഹം വന്നു ഇപ്രാവശ്യം കണ്ണന് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കി കണി വെക്കണമെന്ന്. അതുകൊണ്ട് തന്നെ തലേന്നുണ്ടാക്കി സെറ്റ് ചെയ്ത് നമുക്ക് കണി വെക്കണം. നാളെ കണി കാണണം. ഒരുപാട് ഹാപ്പിയാണ് ഇതുണ്ടാക്കുന്ന സമയത്ത്. ഭയങ്കര ഒരു മനസ്സിന് ഹാപ്പിയാണ്. ഇത് ഉണ്ടാക്കുന്ന ഇന്ന ആൾക്കാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും. അങ്ങനെ മാവ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് നെയ്യ് നേരത്തെ നമ്മുടെ നാളികേരം വറുത്ത നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നെയ്യും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീട്ടിൽ ഉണ്ണിയപ്പച്ചട്ടി പുതുതായിട്ട് വാങ്ങിച്ച് അതിൽ എന്തായാലും വിഷു സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്ന് വാങ്ങിച്ച ഒരു പാനാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഹോൾ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയത്, അതൊക്കെ എല്ലാവരും കാണാൻ മറക്കരുത്. കൂടെ ഈ വീഡിയോയും കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടാകാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നമുക്ക് ഒഴിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വീട്ടിൽ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഈ മാവ് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഹോളിലേക്ക് ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കൂട്ടിന് കേശൂട്ടനും കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ പൊങ്ങി വന്നു. നല്ല ക്യൂട്ടായിട്ട് നല്ല സെറ്റായിട്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ വളരെ രുചിയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാമ്പിൾ ഇവിടെ കൊടുക്കണമല്ലോ. എന്നിട്ടാണ് നമുക്ക് കണി ഒരുക്കണം. അപ്പം കണി സ്പെഷ്യൽ, വിഷു സ്പെഷ്യൽ, എല്ലാ സ്പെഷ്യൽ വീഡിയോസും വരും. എല്ലാവരും കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ തിരിച്ചും മറിച്ചു വിട്ട് നമ്മുടെ ഉണ്ണിയപ്പങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പം എല്ലാവരും വിഷു നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.